ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അതിപ്പോഴും അവിടെ അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അത്തരം സൂചനകൾ പുറത്തു വന്നതുമാണ്. അടിമുടി വൈരുദ്ധ്യങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രാഥമികമായി നൽകിയ മൊഴികളിൽ എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സമാന്തരമായി SIT സംഘത്തിന്റെ ഒരു ഘട്ടം ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ സന്നിധാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അവിടെ രേഖകളടക്കം ആ സംഘം പരിശോധിക്കുകയും ചെയ്തതാണ്. അതിൽ SP ശശിധരൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ ആ പരിശോധന മതിയാക്കി തിരികെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 വിവാദം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ അതെല്ലാം തന്നെ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റീനു ശ്രീധർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. റീനു, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള കാര്യം ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമം എന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകേണ്ടതുണ്ട്, അതെപ്പോഴുണ്ടാകും? ഒപ്പം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമോ, അല്ല തിരികെ ഇവിടേക്ക് തന്നെ ഇഞ്ചക്കാടിലെ ഓഫീസിലേക്ക് തന്നെ തിരികെ എത്തിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ SIT സംഘം കസ്റ്റഡിയിൽ എടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 12 മണിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായ അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏകദേശം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ ചുമതലയുള്ള SP ശശിധരൻ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴും ഇഞ്ചക്കലിലെ ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമായി മെഡിക്കൽ പരിശോധന എവിടെ വെച്ച് എത്ര മണിക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പുലർച്ചയോടുകൂടി അദ്ദേഹത്തെ കൊണ്ടുപോകും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ അറസ്റ്റാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം ഒപ്പം ഈ സ്വർണം കൈമാറി എന്ന് പറയുന്ന കൽപേഷ് ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി SIT ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണം കടത്തിയതിൽ മുഖ്യ സൂത്രധാരൻ എന്നുള്ളതാണ് അന്വേഷണ സംഘം നിർണായകമായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾ ഹൈദരാബാദിലടക്കം നടത്തിയ അന്വേഷണങ്ങളിൽ ലഭിച്ച തെളിവുകൾ നിരത്തിയാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ പ്രധാന പ്രതി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ഇന്ന് എടുക്കുകയും അത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ കുടുംബവും അഭിഭാഷകനും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.